എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലെ ഓണം സീരീസിലേക്ക് സ്വാഗതം. ഞാൻ മീനു. ഓണസദ്യയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വിഭവമായ പച്ചടിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. പലതരം പച്ചടികളുണ്ട്. അതിൽ പൈനാപ്പിൾ പച്ചടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി തയ്യാറാക്കുന്നത്. വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പി ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഫുൾ ഓണസദ്യയുടെ വീഡിയോയിലുണ്ട്. താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. ഞങ്ങളുടെ മറ്റ് ഓണം റെസിപ്പികൾ ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. സദ്യ വിഭവങ്ങളിൽ എക്സ്പേർട്ടും എൻ്റെ ഫ്രണ്ടുമായ സുധിയസ് ആണ് നമുക്ക് വേണ്ടി ഈ റെസിപ്പി ഷെയർ ചെയ്തിരിക്കുന്നത്. പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി 1 കപ്പ് ചെറുതായി അരിഞ്ഞ പൈനാപ്പിൾ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഈ പൈനാപ്പിൾ ഒന്ന് ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത് ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഈ പൈനാപ്പിൾ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇതൊരു മധുരക്കറിയാണ്. പുളിയുള്ള പൈനാപ്പിൾ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് മധുരം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. ഇതിനെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ടാവും. അതിങ്ങനെ ചെറുതായി അരിഞ്ഞ് മിക്സിയിലൊന്ന് ജസ്റ്റ് അടിച്ചെടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അങ്ങനെ താല്പര്യമില്ലാത്തവർക്ക് ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ തൊലി ചെത്തി മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഇളക്കി നന്നായി വരട്ടിയെടുക്കണം. എത്രത്തോളം വരട്ടിയെടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. ഒത്തിരി വരട്ടിയെടുക്കുന്നതിനോട് താല്പര്യമില്ലെങ്കിൽ പൈനാപ്പിൾ ജസ്റ്റ് വേവുന്ന ആ ഒരു പാകം മതിയാകും. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പൈനാപ്പിൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയതും 1/2 ടീസ്പൂൺ ജീരകവും 3 വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1/4 കപ്പ് തൈരും ചേർത്ത് കൊടുക്കാം. വെറും 2 മണിക്കൂർ കൊണ്ട് കുക്കറിൽ എങ്ങനെ കട്ടത്തൈര് തയ്യാറാക്കാമെന്നതിൻ്റെ വീഡിയോ മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ പൈനാപ്പിൾ വരട്ടിയതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലാം, അതായത് ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചാലും മതി. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു 3-4 മുന്തിരിങ്ങ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേ മുന്തിരിങ്ങ ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. ഇനി പച്ചടിക്ക് വേണ്ടിയുള്ള താളിക്കൽ മാത്രമാണുള്ളത്. അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ ടേസ്റ്റിന് വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ കടുക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഓണം വിഭവവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.